പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുന്നത് 96 മണ്ഡലങ്ങൾ. രാജ്യത്ത് 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കൾ സജീവമായി രംഗത്ത്. കനത്ത ചൂടിന് ആശ്വാസമായി കേരളത്തിൽ വേനൽ മഴ. വൈദ്യുതി ഉപഭോഗത്തിലും കുറവ്. ആരോഗ്യമേഖലയിൽ നഴ്സുമാരുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. മാതൃദിനാചരണവും ഇന്ന്. മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഇന്ന് 2 പേർ മരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഫെഡറേഷൻ കപ്പ് ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഭുവനേശ്വറിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിന്റെ വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 മണ്ഡലങ്ങളാണ് നാളെ ജനവിധി എഴുതാൻ പോളിംഗ് ബൂത്തിലെത്തുന്നത്. പൊതുതെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. ജാർഖണ്ഡിലെ 4 പശ്ചിമബംഗാളിലെ 8 സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13, മധ്യപ്രദേശിൽ 8, ഒഡീഷയിൽ 4, മഹാരാഷ്ട്രയിൽ 11, ജമ്മുകാശ്മീരിൽ 1, ബീഹാറിൽ 5 സീറ്റുകളിൽ 4ാം ഘട്ടത്തിൽ വിധിയെഴുതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാഷ്ട്രീയ കക്ഷികൾ ഊർജിതമാക്കി. NDAയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലും ബീഹാറിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുന്നു. ഹൌറയിലെ പഞ്ച്ല, ചിൻഷുര, ഹൂഗ്ലി ജില്ലയിലെ പുർഷുര തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമന്ത്രി ഇന്നെത്തുന്നത്. ബീഹാറിലെ പട്നയിൽ റോഡ് ഷോയിലും ഇന്ന് അദ്ദേഹം പങ്കെടുക്കും. സരൺ, വൈശാലി, ഹാജിപൂർ എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിലും പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിലാണ് പ്രചാരണം നടത്തുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്യും. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബാരാബങ്കിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രചാരണത്തിൽ പങ്കെടുക്കും. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിലും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണെന്നും പ്രധാനമന്ത്രി ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ വോട്ടെടുപ്പും നാളെ നടക്കും. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. 147 നിയമസഭാ മണ്ഡലങ്ങളിലെ 28 സീറ്റുകളിലും 21 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 4 സീറ്റിലുമാണ് നാളെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം 175 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നാളെ നടക്കുന്നത്. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച പുതിയ ദ്രവ്യ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ ISRO വിജയകരമായി പരീക്ഷിച്ചു. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ വെള്ളിയാഴ്ചയാണ് പുതിയ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചത്. ഈ എഞ്ചിൻ സാധാരണ PSLV പദ്ധതികളിലേക്ക് ഉൾപ്പെടുത്താൻ ISRO ലക്ഷ്യമിടുന്നു. ആരോഗ്യമേഖലയിൽ നഴ്സുമാർ വഹിക്കുന്ന പങ്കിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മവാർഷിക ദിനമാണ് നഴ്സസ് ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്നതാണ് ഈ വർഷത്തെ നഴ്സസ് ദിന പ്രമേയം. തിരുവനന്തപുരം വക്കം ഗ്രാമീണ ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിംഗ് ഓഫീസർ ജസ്ന KS ആകാശവാണി വാർത്തകളോട് നഴ്സിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ആദ്യകാലത്ത് നഴ്സിംഗ് ഒരു സേവനമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഇന്നതൊരു പ്രധാന തൊഴിൽ മേഖലയാണ്. ഒട്ടേറെ സാധ്യതകളും അവസരങ്ങളുമുള്ള എന്നും പുതുമകൾ നിറഞ്ഞ ഒരു തൊഴിൽ മേഖല. നമ്മൾ നഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഓർമ്മ വരിക മരുന്ന് കൊടുപ്പും കുത്തിവയ്പ്പും ഒക്കെയാണ്. എന്നാൽ പ്രാക്ടിക്കൽ നഴ്സ് അല്ലാതെ ലീഗൽ നഴ്സ് കൺസൾട്ടൻറ്റ് മുതൽ നഴ്സ് എഡ്യൂക്കേറ്റർ, ക്ലിനിക്കൽ റിസർച്ച് നഴ്സ് എന്നിങ്ങനെ നീണ്ടുകിടക്കുന്ന അനേകം വൈവിധ്യമാർന്ന ജോലികൾ ഈ മേഖലയിലുണ്ട്. നമ്മൾക്ക് നല്ല ബേസിക് നോളജും നമ്മൾ നേടിയ ആ അറിവുകളെ വികസിപ്പിക്കാനുള്ള, പുതിയ അറിവുകൾ നേടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഫഷൻ. നമ്മളൊരു രോഗിയെ കെയർ ചെയ്യുമ്പോൾ, പരിചരിക്കുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകളും വേദനയും ഒക്കെ മാറുമ്പോൾ അവർ നമുക്ക് നൽകുന്ന ഒരു പുഞ്ചിരിയുണ്ട്. ആശ്വാസത്തിൻ്റെ, സംതൃപ്തിയുടെ പുഞ്ചിരി. അതാണ് ഓരോ നഴ്സസിൻ്റെയും ഊർജ്ജം. ഇന്ന് ലോക മാതൃദിനം. ഊഷ്മള വാത്സല്യത്തിന്റെ പ്രതീകമായ അമ്മമാർക്കായുള്ള ഈ ദിനം ഭൂരിഭാഗം ലോകരാജ്യങ്ങളിലും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് മാതൃദിനാഘോഷമെങ്കിലും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആൾരൂപമായ അമ്മയോടുള്ള ആദരവാണ് ദിനാചരണത്തിന്റെ അടിസ്ഥാനം. കേരളത്തിൽ മൺസൂണിന് മുന്നോടിയായി ജനപങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം 18, 19 തീയതികളിൽ സംസ്ഥാനമൊട്ടാകെ നടക്കുമെന്ന് മന്ത്രി MB രാജേഷ് കൊച്ചിയിൽ പറഞ്ഞു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 20,000 വാർഡുകളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. ഇതിനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും 30,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്ത് വേനൽ ചൂടിന് ശമനമേകി മഴ. ബുധനാഴ്ച വരെ സംസ്ഥാനത്തെങ്ങും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴ വ്യാപകമായതോടെ കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. ഇന്നലെ 9.88 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. വേനൽ ശക്തമായതിനു ശേഷം 10 കോടി യൂണിറ്റിന് താഴെ ഉപഭോഗം എത്തുന്നത് ഇതാദ്യമായാണ്. ഇതോടെ വിതരണ രംഗത്തുണ്ടായിരുന്ന പ്രതിസന്ധിക്കും പരിഹാരമായി. പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ ശബരിമല ഇടവമാസ പൂജയുടെ പശ്ചാത്തലത്തിൽ പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ നാളെ രാവിലെ 6 മണിക്ക് തുറക്കും. ഈ മാസം 19 വരെ 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. ഈ സാഹചര്യത്തിൽ പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് ഏകദേശം 5 സെന്റിമീറ്റർ ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ വൃഷ്ടി പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് മലപ്പുറം ജില്ലയിൽ ഇന്ന് 2 പേർ മരിച്ചു. പോത്തുകൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ, കാളികാവ് സ്വദേശി ജിഗിൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരിക്കുന്നത്. ജിഗിന്റെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. ജില്ലയിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിൽ ഈ വർഷം ജനുവരി മുതൽ 3184 സംശയാസ്പദമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസുകളും 1032 സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പോത്തുകല്ല്, കുഴിമണ്ണ്, ഒമാനൂർ, പൂക്കോട്ടൂർ, മൊറയൂർ, പെരുവള്ളൂർ എന്നീ പഞ്ചായത്തുകളിലും മലപ്പുറം നഗരസഭയിലുമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധി തുടരുന്നു. ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള 5 വിമാന സർവീസുകൾ റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാം, ബഹ്റിൻ വിമാനങ്ങൾ റദ്ദാക്കി. ബാംഗ്ലൂർ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള ആഭ്യന്തര സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് ദുബായ്, ദോഹ, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ഡയർ ഡെവിൾസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി കൊൽക്കത്ത പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കം. ഈ സീസണിലെ രാജ്യത്തെ ആദ്യ ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ 700-ലേറെ കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ആദ്യ ദിനമായ ഇന്ന് 6 ഫൈനലുകളാണുള്ളത്. ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ മത്സരിക്കും. വടകരയിൽ UDF ജനകീയ ക്യാമ്പയിൻ പരിപാടിയിൽ RMP നേതാവ് KS ഹരിഹരൻ നടത്തിയ പ്രസ്താവനയെ UDF അംഗീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിഴവ് ബോധ്യപ്പെട്ട് ഖേദപ്രകടനം നടത്തിയ KS ഹരിഹരന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് RMP നേതാവ് KK രമ പ്രതികരിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 15 മുതൽ 19 വരെ പൂജകൾ നടക്കും. പ്രതിഷ്ഠാദിനം ഈ മാസം 19-നാണ്. ഇതോടനുബന്ധിച്ച് സ്പെഷ്യൽ സർവീസിനായി KSRTC 100 ബസ്സുകൾ അനുവദിച്ചു. ഇതിൽ 50 ബസ് പമ്പ, നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസിനാണ്. പമ്പയിലേക്കുള്ള പ്രധാന സർവീസ് ചെങ്ങന്നൂർ, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നാണ് ആരംഭിക്കുക. അങ്കണവാടി വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റ സംഭവത്തിൽ ആയയ്ക്കെതിരെ കേസെടുത്തു. അങ്കണവാടിയിൽ ചൂടുപാൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് കുട്ടിക്ക് പൊള്ളലേറ്റ സംഭവത്തിൽ കണ്ണൂർ പിണറായി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രാഥമിക അന്വേഷണത്തിൽ അങ്കണവാടി ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന് തെളിഞ്ഞതായി അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുന്നത് 96 മണ്ഡലങ്ങൾ. രാജ്യത്ത് 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ദേശീയ നേതാക്കൾ സജീവമായി രംഗത്ത്. കനത്ത ചൂടിന് ആശ്വാസമായി കേരളത്തിൽ വേനൽ മഴ. വൈദ്യുതി ഉപഭോഗത്തിലും കുറവ്. ആരോഗ്യമേഖലയിൽ നഴ്സുമാരുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം. മാതൃദിനാചരണവും ഇന്ന്. മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഇന്ന് 2 പേർ മരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഫെഡറേഷൻ കപ്പ് ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഭുവനേശ്വറിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.